ആത്മഹത്യാ പ്രതിരോധ ദിനമാണിന്ന്. കേരളത്തിൽ ആത്മഹത്യകൾ കൂടുന്നു എന്നാണ് കേരള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 2014 8446 ആത്മഹത്യകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2024 എത്തിയപ്പോൾ 10,865. അതായത് 26.8% വർധനവാണ് ആത്മഹത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ആത്മഹത്യകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ 2024 പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. 48% വരുമിത്. പിന്നീട് കൊല്ലവും ഇടുക്കിയുമാണ് ആത്മഹത്യാ നിരക്ക് കൂടുതലായി കാണിച്ചിട്ടുള്ളത്. മലപ്പുറമാണ് ഏറ്റവും കുറവ്. അതോടൊപ്പം തന്നെ 53% ആളുകളും മരിച്ചിട്ടുള്ളത് 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ്. ആത്മഹത്യയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ കൗതുകകരമായ കാര്യങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്തവരിൽ 82% പുരുഷന്മാരാണ്. എന്താണ് പുരുഷന്മാർക്ക് സംഭവിക്കുന്നത്? ഒപ്പം തന്നെ 76% വിവാഹിതരായവരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. വിവാഹിതരായവർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ആത്മഹത്യക്ക് പിന്നിലും പ്രത്യേകം കാരണങ്ങളുണ്ടാകും. നമുക്കൊരു ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിലെ കാര്യമെടുക്കാം. ഏറ്റവും കൂടുതൽ കുടുംബ ആത്മഹത്യകൾ നടന്നിട്ടുള്ളത് പാലക്കാടാണ്. എന്തായിരിക്കും ഇതിന് കാരണം? സാമൂഹ്യ സാമ്പത്തിക സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഇവയെല്ലാം തന്നെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മൾ കണ്ടു. ഈ ആത്മഹത്യയുടെ കണക്കുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഡോക്ടർ പി എൻ സുരേഷ് കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ദീർഘകാലമായി ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ആൾ കൂടെയാണ്. ആദ്യ ചോദ്യം എന്ന് പറയുന്നത്, വളരെ കൗതുകമുള്ളൊരു കണക്ക് 82% പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്രമാത്രം എന്നുള്ളതാണ്? ലോകത്തിൽ എല്ലായിടത്തും നോക്കുകയാണെങ്കിലും പുരുഷന്മാരാണ് ആത്മഹത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതായത് 3 പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ 1 സ്ത്രീ മാത്രമേ ആത്മഹത്യ ചെയ്യുള്ളൂ. അതിൻ്റെ കാരണം, പുരുഷന്മാർക്ക് ആത്മഹത്യ ചെയ്യാനായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും വിജയകരമായിട്ടുള്ള മാർഗം അവർ അവലംബിക്കും. നേരെ മറിച്ച് സ്ത്രീകളാണെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങൾക്കുള്ള ലഭ്യത സ്ത്രീകൾക്ക് കുറവാണ്. പിന്നെ സ്ത്രീകൾ പലപ്പോഴും ഈ ആത്മഹത്യാ ശ്രമങ്ങളാണ് നടത്താറുള്ളത്. അവർക്ക് ആത്മഹത്യാ ശ്രമം എന്ന് പറഞ്ഞാൽ സഹായത്തിനുള്ളൊരു മുറവിളിയാണ്. പക്ഷേ പുരുഷന്മാർ അവർക്കൊരു ആത്മഹത്യാ ചിന്ത വന്നാൽ പൊതുവെ ആരോടറിയാൻ സംസാരിക്കില്ല. അവർ ആ ഒരു ചിന്ത വന്നാൽ അതിനെ എങ്ങനെ വളരെ വിജയപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാം എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിനു വേണ്ട മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. പലപ്പോഴും ആത്മഹത്യയുടെ കാര്യത്തിൽ പുരുഷന്മാരാണ് മുൻപന്തിയിൽ. ആത്മഹത്യാ ശ്രമത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ. 10 വർഷം കൊണ്ട് 26.8% ഈ ആത്മഹത്യാ നിരക്കിലുണ്ടായ ഒരു വർധനവെന്ന് പറയുന്നത് സംസ്ഥാനത്ത്. എന്തുകൊണ്ടായിരിക്കാം ഇത് എന്നാണ് ഡോക്ടർക്ക് തോന്നുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ടാണ് 2014 വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് 2024 ഈ ഒരു 28.6% വർധനം ഉണ്ടായിട്ടുള്ളത്. അത് പെട്ടെന്ന് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ള വർധനവല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ അതിന് നിരവധി കാരണങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണം നമുക്ക് പറയാം. പ്രത്യേകിച്ച് നമുക്ക് കുറേ കാലങ്ങളായിട്ട് ന്യൂക്ലിയർ ഫാമിലി, കൂട്ടുകുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുമ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ധാരണയുണ്ട്. പിന്നെ തൊഴിലില്ലായ്മ, നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് പ്രതീക്ഷിച്ചത്ര ജോലി കിട്ടാത്തത്, അങ്ങനെ ജോലി കിട്ടിയാൽ തന്നെ പ്രതീക്ഷിച്ചത്ര ശമ്പളം കിട്ടാത്തത്, പിന്നെ സമൂഹത്തിൽ വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള പല മാറ്റങ്ങൾ മൂലം ഈ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിലൊക്കെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടുംബത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റ് കുടുംബത്തിലെ ആൾക്കാരായിട്ട് ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ളൊരു അവസാനം എന്നുള്ളതാണ് നമുക്ക് ആത്മഹത്യയിലേക്കുള്ള ആ വർധനവിനുള്ള കാരണം നമുക്ക് പറയാം. ഒപ്പം തന്നെ ഈ ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് 76% വിവാഹിതരായവർ. ഇവർക്ക് ഒരു വിജയകരമായ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതായിരിക്കുമോ? എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ സംഭവിക്കുന്നത് അവിവാഹിതരുടെ ഇടയിലും വിവാഹബന്ധം വേർപ്പെടുത്തിയവരിലും വൈധവ്യം ബാധിച്ചവരുടെ ഇടയിലൊക്കെയാണ്. ഈ 70-80% പറയുന്നത് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ്. നമുക്ക് വിവാഹിതരുടെ ഇടയിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ആത്മഹത്യകൾ സംഭവിക്കുന്നു? പ്രത്യേകിച്ചും 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് കേരളത്തിൽ ഒരു 50%, 50-ലേറെ ആത്മഹത്യകൾ നടന്നിട്ടുള്ളത്. ആത്മഹത്യയുടെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ 50%-ലേറെ ആത്മഹത്യകൾ നടന്നിട്ടുള്ളത് കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ്. അപ്പോൾ തികച്ചും പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടേഴ്സാണ് നമുക്ക്
കേരളത്തിൽ കാണുന്നത്. വിവാഹം തന്നെ നമ്മുടെ ജനതയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം. ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക്. അപക്വമായിട്ടുള്ളൊരു വിവാഹ ബന്ധങ്ങളാണോ, വിവാഹം കഴിഞ്ഞ് ധാരാളം ഇപ്പോൾ നമുക്ക് ഡിവോഴ്സ് റേറ്റൊക്കെ എല്ലാം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി കോർട്ടിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ വിവാഹിതരിടയിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു, അതെന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് അവരെ നയിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഒരു പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം തന്നെ പാലക്കാട് എന്നെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യം കുടുംബാത്മഹത്യകളുടെ നിരക്ക് കൂടുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബം ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ കൂടെ പ്രശ്നമായിട്ടല്ലേ അതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു കുടുംബ ആത്മഹത്യ എന്ന് പറയുമ്പം ആ പേര് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കുടുംബ ആത്മഹത്യ നമ്മൾ പറയുമ്പം ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഒരു വ്യക്തി മാത്രമാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ പ്രവണതയുള്ള ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഞാൻ മരിക്കുമ്പം എൻ്റെ ഭാര്യയും കുട്ടികളും ഒറ്റപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പക്ഷേ അവരെ നിരന്തരമായിട്ട് പ്രേരിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുകയോ, അല്ലെങ്കിൽ ഇയാൾ മറ്റുള്ളവരെയൊക്കെ കൊന്ന് അവസാനം ഈ വ്യക്തി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പേര് തന്നെ തെറ്റാണ്. ഇതിനെ നമുക്കൊരു കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഈ കുടുംബ ആത്മഹത്യകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 2ാമത്തെ 3ാമത്തെ സ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ കുടുംബ ആത്മഹത്യകളും ഇങ്ങനെ കൂടാൻ വരുന്നൊരു കാരണം നമ്മുടെ മറ്റേ പ്രിൻ്റ് മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കുടുംബ ആത്മഹത്യകൾക്ക് കൊടുക്കുന്ന ഒരു അമിത പ്രാധാന്യമാണ്. അങ്ങനെ അനുകരണ ആത്മഹത്യകൾ, കോപ്പി കാറ്റ് സൂയിസൈഡ്സ് എന്നൊക്കെ പറയും, അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സാമ്പത്തിക സാഹചര്യം ഇല്ലാത്ത വ്യക്തി ഒരു ആത്മഹത്യക്ക് നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മൾ ഏറെക്കുറെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷവും ഭരണകൂടവും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച്. മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനും അപ്പുറം പക്ഷേ സങ്കീർണമായ വിഷയങ്ങൾ തന്നെയാണ് ഉള്ളത് ഈ ആത്മഹത്യാ നിരക്ക് കൂടുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ആത്മഹത്യയ്ക്ക് നമുക്കൊരു വളരെ ലളിതമായിട്ടുള്ളൊരു കാരണം ഒരിക്കലും പറയാൻ പറ്റില്ല. നിരവധി പ്രശ്നങ്ങൾ, മനോരോഗം, മാനസിക പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വൈകാരിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒന്നിച്ച് ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിനെ ഒന്നും നേരിടാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവസാന നിമിഷമായിട്ടാണ് ആത്മഹത്യയിലേക്ക് അയാൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതിനെല്ലാം ഒരു ശാസ്ത്രീയമായ ജീവശാസ്ത്രപരമായിട്ടുള്ള കാരണം ഉണ്ട്. അതായത് നമ്മുടെ തലച്ചോറിൽ നമ്മുടെ വൈകാരിക അവസ്ഥയും എല്ലാം നിയന്ത്രിക്കാനായിട്ട് ഒരു സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് തലച്ചോറിൽ വളരെ കുറഞ്ഞു വരുമ്പം ആ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പം ഒരു ഡിപ്രഷൻ, ഒരു കടുത്ത വിഷാദത്തിലേക്ക് വരുമ്പം അങ്ങനെ ആണ് ഈ വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം, സമാന പ്രശ്നങ്ങളിലെല്ലാം വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ആത്മഹത്യാ സാധ്യത ബയോളജിക്കലായിട്ട് തലച്ചോറിൽ ഇത്തരത്തിലുള്ള സെറട്ടോണിൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ളൊരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അയാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അതിനെ വളരെ ലളിതമായിട്ടെല്ലാം നമ്മൾ ലളിതവൽക്കരിക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് വരും കാലങ്ങളിൽ പുതിയ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രതിരോധ ശാസ്ത്രീയ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? കേരളത്തിന് തനതായിട്ടുള്ളൊരു ആത്മഹത്യാ പ്രതിരോധ സംവിധാനം വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യകളെ ഒരു പരിധി വരെങ്കിലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ സന്തോഷം.